ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതുണ്ടല്ല, കുറച്ച് വാഴയ്ക്ക ഏത്തക്കായ വറുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വറുക്കാൻ എടുത്തതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ തൊലി ഞാൻ ഇങ്ങനെ എടുത്ത് കവറിനകത്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാനതിങ്ങനെ നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് തോരൻ കറി വെക്കാൻ പോവാം കേട്ടോ, നമ്മുടെ വാഴയ്ക്കായുടെ തൊലി കൊണ്ട്. അപ്പം ഈ രീതിയിൽ തോരൻ കറിയൊക്കെ വെച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണേ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ വാഴയ്ക്കായുടെ തൊലി ഇങ്ങനെ തോരൻ വെച്ച് കഴിയുമ്പോഴേ. ഇതും വൻപയറും കൂടി ഇട്ട് നന്നായിട്ട് തോരൻ വെക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഏത്തക്കായ കിട്ടുമ്പോൾ വറക്കാനൊക്കെ എടുക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ തോലൊന്നും കളയാറില്ല, ഞാനിങ്ങനെ കറി വെക്കാൻ എടുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഒതുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ ഇട്ട് നമ്മൾ കടുക് താളിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കൂട്ടുകാരെല്ലാവരും ഇഷ്ടംപോലെ കമൻറ്റുകൾ ഇടുന്നുണ്ട്. കമൻറ്റിൻ്റെ അത്രയും ലൈക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും കമൻറ്റിലും കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ കടുകും കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തുനിന്ന് കോരിയാണ് ഞാൻ നമ്മുടെ വാഴയ്ക്ക ഇട്ടത്. അതാട്ടോ അതിനകത്ത് വെള്ളത്തിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് പോയില്ല, വെള്ളത്തിനകത്തുനിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇട്ടതാട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വൻപയർ വേവിക്കുന്ന ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് വൻപയറായിരുന്നു, അധികം ഇല്ല കേട്ടോ. ഒത്തിരി വൻപയർ ഇട്ടാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്നല്ല, കുറച്ച് വൻപയറേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വൻപയർ വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കാതെ അതെല്ലാം കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും, നമ്മുടെ വാഴയ്ക്ക തൊലിയൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. പതുക്കെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി എല്ലാം നമ്മുടെ തേങ്ങ അരപ്പും പയറും എല്ലാം കൂടെ നന്നായിട്ട് നല്ല ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കുഴക്കത്തില്ല കേട്ടോ, ഒരുവിധം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അധികം കുഴഞ്ഞു പോയാലും നമ്മുടെ വാഴയ്ക്കയുടെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി പതുക്കെ ഒന്ന് തുറന്ന് വെക്കും കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നേരം ഞാനൊന്ന് തുറന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ തുറന്ന് വെച്ച് കഴിയുമ്പോൾ അധികം കുഴഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ രീതിയിലൊക്കെ ഇങ്ങനെ വാഴയ്ക്കയുടെ തൊലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തോരൻ വെക്കാറുണ്ടോ? മിക്കവരും തന്നെ വെക്കുന്നതായിരിക്കും അല്ലേ. എനിക്കിതുപോലത്തെ നാടൻ കറികളോടാട്ടോ കൂടുതൽ ഇഷ്ടമേ. നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ വാഴയ്ക്കയൊക്കെ. പിന്നെ എങ്ങനെ കിട്ടിയാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, എനിക്കും അങ്ങനെയാണ് കേട്ടോ. വാഴയ്ക്കയൊക്കെ തോരൻ വെച്ചാലും മെഴുക്കുരട്ടി വെച്ചാലും വാഴയ്ക്കയും പയറും ചാറുകറി വെച്ചാലും തോരൻ കറി വെച്ചാലും ഒക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ വാഴയ്ക്ക വറുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ തൊലിയൊക്കെ ഒരുപാട് ബാലൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മളിനി അത് കളയേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണമല്ലേ വാഴയ്ക്ക തോരൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വാഴയ്ക്കായും പയറും കൂടെ, വാഴയ്ക്ക തൊലിയും പയറും കൂടെയുള്ള തോരൻ കറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക്